കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 12-ാമത്തെ പാഠം, മഹത്വത്തിൻ്റെ സമയം, കുരിശും പുനരുത്ഥാനവും എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ സിൽസ്മോൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പാഠം ചർച്ച ചെയ്യുവാൻ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ഈ പാഠത്തിൻ്റെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അത് കുരിശിലാണ് എന്ന് യോഹന്നാൻ സമർത്ഥിക്കുകയാണ് നാം ഇന്നത്തെ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരു ഐഹികമായ രാജാവല്ല എന്ന് കാണിക്കുന്നതിനും കൂടെയാണ് ഈ കുരിശിലെ മഹത്വീകരണം യോഹന്നാൻ ഇവിടെ സമർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കുന്നത്. കാരണം പല അവസരത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ രാജാവാക്കാനുള്ളതായ ശ്രമങ്ങളൊക്കെ നടത്തി. എന്നാൽ കർത്താവ് തന്നെ സ്വയമേ അതിൽ നിന്ന് പിന്മാറുകയും അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തത് നമുക്ക് കാണുവാൻ ഗുണം സാധിക്കും. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യമാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പാസ്റ്റേഴ്സ്, കർത്താവ് യേശു ക്രിസ്തുവിനോട് പീലാത്തോസ് ഒരു ചോദ്യം ചോദിക്കുന്നു, എന്താണ് സത്യം? കർത്താവ് യേശു ക്രിസ്തു അതിന് എന്ത് ഉത്തരമാണ് പറഞ്ഞത്? ഈ സത്യം എന്നാൽ എന്താണ്? പീലാത്തോസിനോട് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ തന്നെ സത്യമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നൊരു സാഹചര്യം ഒരു വിധിയുടെ ഭാഗമായിട്ടാണ്. യഹൂദന്മാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പീലാത്തോസ് വിധി കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. യഹൂദന്മാരുടെ രാജാവ് എന്നാണ് ക്രിസ്തു സ്വയം അവകാശപ്പെട്ടതും അതാണ് അവർ വളരെ പരിഹാസത്തോടു കൂടി നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. പരിഹാസത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഇവിടെ പീലാത്തോസും ക്രിസ്തുവിനോട് എന്താണ് സത്യം, ഇവർ പറയുന്നത് നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്നു, അതിൽ എന്താണ് സത്യം എന്ന് ചോദിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് നാം മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ മറുപടിക്ക് വേണ്ടി പീലാത്തോസ് കാത്തു നിൽക്കുന്നില്ല. ഈ ചോദ്യം ഉന്നയിച്ചതിന് ശേഷം പീലാത്തോസ് അടുത്ത നടപടിയിലേക്ക് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്പം ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പരിഹാസത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല. അപ്പോൾ ക്രിസ്തു എപ്പോഴും ഞാനാണ് യഹൂദന്മാരുടെ രാജാവ്, ഇന്ന് മനപ്പാഠവാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ലോകത്തിലെ രാജാവല്ല, അല്ലെങ്കിൽ ലൗകികമായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ രാജാവ്, ഒരു എന്നാണ് കൊട്ടാരത്തിൽ ജനിക്കുന്നതോ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ആയിരിക്കുന്ന രാജാവിനെ കുറിച്ചല്ല ക്രിസ്തു പറയുന്നത്. ക്രിസ്തു മിശിഹ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ രക്ഷ നേടിക്കൊടുക്കുന്ന, രക്ഷയുടെ ആ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന ഒരു രാജാവ് എന്ന നിലയ്ക്കാണ് ഇവിടെ സംസാരിക്കുന്നത്. പാസ്റ്റർ, പീലാത്തോസ് ഈ ചോദ്യം ചോദിച്ചു. കർത്താവ് യേശു ക്രിസ്തു പീലാത്തോസിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സത്യം എന്താണ് എന്ന് പീലാത്തോസ് പറയുമ്പോഴും യേശു പറയുമ്പോഴും പീലാത്തോസിന് അത് അംഗീകരിക്കാൻ മനസ്സില്ല. അപ്പം വാസ്തവത്തിൽ വെറുതെ ജനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി താൻ സത്യ അന്വേഷകനാണ്, സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പീലാത്തോസ് ഈ ഒരു കപട നാടകം കളിച്ചത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പീലാത്തോസ് വാസ്തവമായി സത്യം അന്വേഷിക്കുന്നതായ വ്യക്തിയായിരുന്നുവെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ സത്യത്തിൻ്റെ ഒരു സൂക്ഷിപ്പുകാരൻ, സത്യം എന്ന നിലയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ വെറുതെ വിടുമായിരുന്നു. പാസ്റ്റേഴ്സ്, യേശു സത്യമെന്ന ആശയം നാം, അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നതായ ഓരോരുത്തരും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ് ക്രിസ്തു സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ സത്യമാണ്, ഞാൻ തന്നെയാണ് സത്യം. പിതാവും പ്രകാരം എന്ത് ചെയ്യുന്നു? സാക്ഷീകരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. അപ്പോൾ മിശിഹ എന്ന നിലയ്ക്ക് സത്യമാണ്.
പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ആ സത്യത്തെ സാക്ഷീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ രീതിയിൽ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? സത്യമായി തന്നെ എന്ന് വേദപുസ്തകത്തിൽ വരച്ചു കാട്ടുന്ന യോഹന്നാനും അതുതന്നെയാണ് തൻ്റെ ലേഖനത്തിലുടനീളം അല്ലെങ്കിൽ സുവിശേഷത്തിലുടനീളം എഴുതുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എൻ്റെ വചനം സത്യമാകുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ ഇവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം സത്യമാണ്. അതെ അതെ. ആ സത്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാണ് സത്യം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് യോഹന്നാൻ ഒരുപക്ഷെ ഈ പീലാത്തോസിൻ്റെ ചോദ്യം തന്നെ ഇവിടെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് സത്യം. കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യത്തെയാണ് നാം ധരിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ആകുന്നതായ സത്യത്തിൻ്റെ അനുചരന്മാരായി, അനുകരണീയരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സത്യത്തിൻ്റെ തോഴന്മാരായിരിക്കുന്നതായ നമുക്ക് ഒരു ഒട്ടനവധി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഉണക്കമരത്തോട് എത്രയധികം ചെയ്യും. അപ്പോൾ നാം പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒട്ടനവധി വൈതരണികൾ നാം അതിജീവിക്കേണ്ടതായിട്ട് ഉണ്ടാകും. അതിന് പ്രധാന കാരണം നാം സത്യം ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്, സത്യത്തിൻ്റെ അനുചരന്മാരായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിന് സംഗതി വരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ലോകത്തിലുള്ളവരെ പോലെ തന്നെ സുഖലോലുപരായി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പോലെ, നിങ്ങൾ സത്യത്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകരുത്, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിക്കും. നമുക്ക് ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ക്രൂശീകരണ വേളയിൽ അവിടെ നടന്നതായ ചില കാര്യങ്ങൾ നമ്മെ അതിശയിപ്പിക്കുന്നതായ ചില കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറ്റം വിധിക്കുന്നതായ പീലാത്തോസ് തന്നെ ഒരവസരത്തിൽ മനുഷ്യരോട്, അവിടെ കൂടിയിരിക്കുന്നവരോട് കർത്താവായ യേശു ക്രിസ്തുവിനെ വിടുവിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. എന്തിനാണ് അങ്ങനെ പീലാത്തോസ് ശ്രമിച്ചത്? പീലാത്തോസ് എപ്രകാരമാണ് അതിന് മുതിർന്നത്? വാസ്തവത്തിൽ പീലാത്തോസിൻ്റെ ഒരു കപട നാടകം തന്നെയായിരുന്നു അത്. പീലാത്തോസിന് യേശുവിനെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പീലാത്തോസിന് യേശുവിനെ കുറിച്ച് പറയുന്നത് 6 കോടതികളിലായി 5 കോടതികളിലായി 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ട വ്യക്തിയാണ്. അതിൽ കൂടുതൽ സമയവും യേശു ചെലവഴിച്ചത് പീലാത്തോസിൻ്റെ അരമനയിലായിരുന്നു. പീലാത്തോസിന് യേശുവിനെ കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്നു. പീലാത്തോസിൻ്റെ ഭാര്യ തന്നെ അതിനൊരു ഉദാഹരണമാണ്. പീലാത്തോസിനോട് പറയുകയാണ്, നീതിമാനായ മനുഷ്യനാണ്, ആ നീതിമാൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടരുത് എന്നും പറഞ്ഞൊരു കത്ത് കൊടുത്ത് തൻ്റെ മനസാക്ഷി ഉണർത്തുകയാണ്. അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന തീരുമാനങ്ങൾ തിടുക്കത്തിൽ ചെയ്യാതെ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പീലാത്തോസിനെ ജനങ്ങൾ ശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയാണ്. ഞങ്ങൾക്കൊരു തടവുകാരനെ വിട്ടുകിട്ടുന്ന ഒരു രീതിയുണ്ട്, അതുകൊണ്ട് യേശുവിനെ ക്രൂശിക്കണം. ഇതിനോടകം ചാട്ടവാറിന് യേശുവിനെ അടിക്കാൻ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ ചിന്തിക്കുന്നത്, ചാട്ടവാറിനെ അടിച്ച് യേശുവിനെ കൊണ്ടുവന്നിട്ട് പീലാത്തോസ് കൈ കഴുകി, യേശു നീതിമാനാണ്, ഞാൻ ഇദ്ദേഹത്തെ വിടാൻ തക്കവണ്ണം തയ്യാറാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ബറബാസിനെ വേണോ യേശുവിനെ വേണമോ എന്ന് ചോദിച്ച് പീലാത്തോസ് ഒരു പ്രത്യേക നാടകം അവിടെ കളിക്കുന്നതായിട്ടുണ്ട്. യഹൂദന്മാരുടെ രാജാവായ യേശുവിനെ നിങ്ങൾക്ക് വേണമോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം നിങ്ങളുടെ രാജാവാകേണ്ടവനാണ് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അതെ, വേണോ ബറബാസിനെ വേണമെന്ന്. പക്ഷെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, യേശുവിനെ രക്താംബരം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അരമനയിൽ നിർത്തുമ്പോൾ ഇതിനോടകം യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അസ്ഥിയെല്ലാം ചാട്ടവാറിന് അടിയേറ്റ് തകർന്ന് തരിപ്പണമായിരുന്നു. അർത്ഥപ്രാണനായി നിൽക്കുന്ന യേശുവിനെ ഞാൻ വിടുവിക്കാൻ മനസ്സാണ് എന്ന് പറയുമ്പോഴും കൈസറിൻ്റെ സ്നേഹിതനല്ല എന്നൊരു പേര് വരും, അതുകൊണ്ട് നീ കുറ്റക്കാരനാകും, നിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നുള്ള ചിന്തയാണ് ഈ നിലയിൽ മാറി ചിന്തിക്കുവാനും, ഞാൻ കുറ്റമില്ലാത്തവനെ ഈ യേശുവിൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി തൻ്റെ ഭാഗം നിരപരാധിത്വമാണ്, ഞാൻ സത്യസന്ധനാണ് തെളിയിക്കാൻ തക്കൊണ്ട് ഒരു നാടകം പീലാത്തോസ് ആ വെളിച്ചത്തിലാണ് കളിച്ചത്. പക്ഷേ തികച്ചും യേശുവിനെ ക്രൂശിക്കുന്നതിൽ, യേശുവിനെ ശിക്ഷിക്കുന്നതിൽ
പീലാത്തോസ് ഇതിനകം തൻ്റെ കടമകൾ 100% ചെയ്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ട് മുൻപായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവർത്തിയായി എന്ന ഒരു ആത്മഗതം ചെയ്യുകയുണ്ടായി. എന്താണ് ഇതിനർത്ഥം? തീർച്ചയായിട്ടും നമ്മൾ മുൻപൊരു പാഠത്തിൽ പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കർത്തവ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അതുപോലെ തന്നെ പുത്രനും കർത്തവ്യമുണ്ടായിരുന്നു. ആ കർത്തവ്യം അഥവാ ഉത്തരവാദിത്തം അഥവാ പുത്രനായ യേശുവിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന വലിയൊരു ദൗത്യം അല്ലെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതായ ആ പ്രവൃത്തിയുടെ പൂർത്തീകരണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ നിവർത്തിച്ചു എന്നാണ് ക്രിസ്തു പറയുന്നത്. അതായത് സകലതും ഞാൻ എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. എന്നിൽ ഏൽപ്പിച്ചിരുന്നതായ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു എന്നാണ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറയുന്നത്. അതായത് രക്ഷണ്യ പദ്ധതിയിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യ പൂർത്തീകരണം നടക്കാതിരിക്കുന്നതിന് വേണ്ടി പിശാച് ആദ്യം മുതൽ തന്നെ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴും ഈ കുഞ്ഞിനെ വിഴുങ്ങുവാൻ തക്കവണ്ണം സാത്താൻ വായ് തുറന്നു, എന്നാൽ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിപാലിച്ചു എന്നൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ഏറ്റവും മകുടമായ പ്രവൃത്തി നിർവഹിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിച്ചു എന്നുള്ളതാണ് ആ രക്ഷയുടെ പദ്ധതിയുടെ പൂർത്തീകരണമായി നിർവചിക്കപ്പെടുന്നത്. പാസ്റ്റർ, ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതായ സമയത്ത് തൻ്റെ മാതാവായ മറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഹൃദയസ്പർശിയായ ഒരു രംഗം നിറവേറുകയാണ് അഥവാ ഉടലെടുക്കുകയാണ്. എപ്രകാരമാണ് നാം അതിനെ നോക്കിക്കാണുന്നത്? തൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വേദന എത്രമാത്രം വലുതാണ്? ഏതൊരു മാതാവിനെയും സംബന്ധിച്ച് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മകൻ്റെ ദാരുണമായ മരണം, പീഡനങ്ങളൊക്കെ നേരിൽ കാണുവാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹതഭാഗ്യമായിട്ടാണ് നമ്മളവിടെ മറിയെ കാണുന്നത്. മറിയയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ ശിമയോൻ എന്ന് പറയുന്ന വയോധികനായ നീതിമാനായ മനുഷ്യനെടുത്ത് പ്രതിഷ്ഠിക്കുന്ന വേളയിൽ പറഞ്ഞ വാക്കുകളെല്ലാം മറിയയുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പോലെ കടന്നു പോവുകയായിരുന്നു. കാരണം നിൻ്റെ സ്വന്തം പ്രാണനിൽ കൂടി പോലും ഒരു വാൾ കടക്കും, വസ്തുതയിൽ അക്ഷരം പ്രതി അതെല്ലാം അവിടെ നിറവേറുന്ന വളരെ ഒരു ദൃക്സാക്ഷിയായി, ഒരു മൂകസാക്ഷിയായി യേശുവിൻ്റെ അമ്മ മറിയ അവിടെ നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് മറിയയെ സംബന്ധിച്ച് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ അമ്മ ക്രൂശിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ താൻ സ്നേഹിച്ച ശിഷ്യൻ അടുത്ത് നിൽക്കുകയാണ്. ആ ശിഷ്യനോട് പറയാണ്, ഇതാണ് മകനെ നിൻ്റെ അമ്മ. അമ്മയോട് പറയാണ്, ഇതാണ് നിൻ്റെ മകനെന്ന് പറഞ്ഞ് ആ നാഴികയിൽ യേശുവിനെ തൻ്റെ അമ്മയായിരിക്കുന്ന മറിയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ശിഷ്യനെ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ശിഷ്യൻ്റെ കരങ്ങളിലേക്ക് അമ്മയെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ ആ നാഴികയിൽ യേശുവിനെ മറിയെ ഭവനത്തിൽ കൈക്കൊണ്ടു എന്നാണ് വായിക്കുന്നത്. ഞാൻ ആരെയും അനാഥരായി വിടുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയിൽ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ക്രിസ്തുവിൻ്റെ ആ പ്രവചനവും കൂടെ അവിടെ നിറവേറുകയാണ് ചെയ്തിരുന്നത്. പാസ്റ്റൽസ്, ക്രൂശിൽ അസാമാന്യമായ ഒരുപാട് കാര്യാദികൾ അവിടെ നിറവേറുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അനേക പഴയ നിയമ പുസ്തക പ്രവചനങ്ങൾ അവിടെ നിറവേറുകയാണ്. എന്നാൽ അതിൽ അത്യുത്തമമായി നമുക്ക് ആശ്ചര്യകരമായി നിറവേറിയതായ മറ്റൊരു പ്രവചനമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശൂന്യമായ കല്ലറ. ഈ ശൂന്യമായ കല്ലറ നമ്മോട് എന്താണ് പ്രസ്താവിക്കുന്നത്? തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ അതിനു തൊട്ട് മുമ്പ് അനുഭവിക്കുന്ന പീഡാനുഭവങ്ങളൊക്കെയും പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കാണാൻ തക്കണം. അത്ര ക്രൂരമായിട്ടാണ് ക്രിസ്തുവിനെ അവർ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നുണ്ട്. അതിനുശേഷം ക്രൂശിൽ മരിച്ച് അടക്കപ്പെടുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അടക്കുന്നത്. എന്നാൽ ഞായറാഴ്ച എന്ത് ചെയ്യുന്നു? രാവിലെ സുഗന്ധ വർഗ്ഗങ്ങളുമായി ആ സ്ത്രീ കല്ലറയ്ക്കൽ വരുന്നതായ സമയത്ത് അത് ശൂന്യമായി കിടക്കുന്നതായിട്ട് മനസ്സിലാക്കുകയാണ്. അവിടെ ക്രിസ്തുവിൻ്റെ ആ പ്രവചനം, അതായത് ഭൂമിയുടെ അറയിൽ ഞാൻ മൂന്ന് നാൾ ഇരിക്കും എന്ന് പറയുന്ന ആ പ്രവചനം അവിടെ പൂർത്തീകരിക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട്. രണ്ട്, അവിടെ ശബത്ത് ദിവസമായിരുന്നതുകൊണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അടക്കപ്പെട്ട് ശബത്ത് നാളിൽ വിശ്രമിച്ചതിന് ശേഷം
ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉയർപ്പും സ്വർഗാരോഹണവും എല്ലാം പ്രവചന നിവൃത്തിയാണ് എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. ആ കർത്താവ് വീണ്ടും വരും എന്നുള്ളതായ വാഗ്ദത്തം നമുക്ക് നൽകുന്നത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നതാണ്. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ്, ശൂന്യമായ കല്ലറയിൽ ആ ശൂന്യത നികത്തുവാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ അവിടെ മടക്കി സൂക്ഷിച്ചിരുന്നതായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ഈ തുണികൾ മടക്കി സൂക്ഷിച്ചതിൻ്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ ധാരാളം ആ കാലങ്ങളിൽ ശവങ്ങൾ മോഷ്ടിക്കുന്ന, ശവ ശരീരത്തിലെ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും മോഷ്ടിക്കുന്ന ശവം മോഷ്ടിക്കുന്ന കൊള്ളക്കാർ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നൊരു പ്രവചനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പതിവിലേറെ ഒരു കാവൽ നിൽക്കുന്ന ഒരു വലിയ കാവൽ പട്ടാളമാണ് യേശുവിൻ്റെ ഒരു വലിയ കാവൽ പട്ടാളം യേശുവിൻ്റെ ഈ കല്ലറയ്ക്ക് കാവൽ കാത്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുവിന് പുനരുദ്ധാനം സംഭവിക്കുന്നത്. തുണികൾ അലക്ഷ്യമായി ഇടുക മാത്രമല്ല, വളരെ ഭദ്രമായി മടക്കി വെച്ചിരിക്കുന്നത് തന്നെ വിളിച്ചറിയിക്കുന്നത് ഒരു കൃത്യനിർവഹണത്തിന് വേണ്ടി ബന്ധപ്പെട്ട് ഓടിയതായിട്ടല്ല, മറിച്ച് അതിൻ്റെ തുടർ നടപടികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തു തൻ്റെ വസ്ത്രങ്ങൾ അവിടെ മടക്കി വെച്ചിട്ട് തൻ്റെ ദൗത്യം പിതാവിനെ അറിയിക്കണം. അതിനാണ് ആ കർത്താവ് ആദ്യമായി പോയത്. സ്വർഗത്തിൽ പോയി മരിച്ചവരിൽ ആദ്യജാതനായി പിതാവിനും ദൂതന്മാർക്കും തന്നെ വെളിപ്പെടുത്തിയതിനു ശേഷമാണ് ക്രിസ്തു പിന്നീട് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷയുടെ ആഴം, അതിൻ്റെ പരിശുദ്ധി വളരെ ചിട്ടയോടുകൂടിയ ഒരു കാര്യമാണ് കർത്താവ് അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും തൻ്റെ എഴുന്നേൽപ്പ് കേവലം ഒരു നാമമാത്രമായ ഒരു കാര്യമല്ല, പ്രത്യേക ദൈവിക പദ്ധതിയോടുകൂടി ദൈവിക ഉദ്ദേശത്തെ നിറവേറ്റുവാൻ വേണ്ടിയാണ് എന്ന് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള വസ്ത്രം സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പോലും ഭംഗിയായി ചെയ്തിരുന്നത്. ഒരുപക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരം സാധാരണ സംഭവിക്കുന്നത് പോലെ മോഷ്ടിക്കപ്പെട്ടതല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ വസ്ത്രത്തോടു കൂടിയോ അല്ലെങ്കിൽ വസ്ത്രം അലക്ഷ്യമായി ഉപേക്ഷിച്ചിട്ട് കൊണ്ടുപോവുകയോ ചെയ്യുമായിരുന്നു. അങ്ങനെയല്ല, കർത്താവ് യേശു ക്രിസ്തു സാർ പറഞ്ഞതുപോലെ ഒരു ദൗത്യ നിർവഹണം പൂർത്തീകരിച്ചതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുന്നതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയും കൂടെയാണ്. പാസ്റ്റർ, ഈ കാലയളവിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശൂന്യമായ കല്ലറയ്ക്കൽ നിന്ന് മഗ്ദലക്കാരത്തി മറിയ കരയുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. എന്തുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയ കരഞ്ഞത്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മഗ്ദലക്കാരത്തി മറിയയിലും ഉണ്ടായിരുന്ന ഒരു ആശങ്ക ഈ കർത്താവിൻ്റെ ശരീരം മോഷ്ടിക്കപ്പെട്ടുവോ എന്നുള്ളതാണ്. അതുമാത്രമല്ല, മഗ്ദലക്കാരത്തി മറിയയും ക്രിസ്തുവും തമ്മിൽ അത്രയധികം അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. കാരണം മഗ്ദലക്കാരത്തി മറിയയെ ക്രിസ്തു അത്രയധികം സ്നേഹിച്ചിരുന്നു. അഥവാ അവർ തമ്മിലുള്ള ബന്ധം അത്രമാത്രമായി സൗഖ്യമാക്കുകയും ഒക്കെയും ചെയ്തതിൻ്റെ നന്ദി സൂചകമായി ക്രിസ്തുവിനെ കല്ലറയ്ക്കൽ ചെന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് അത് പരിചരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ പരിചരിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നതാണ് ഒരു സ്ത്രീ ആയിരുന്നു മറിയ. അപ്പോൾ അതിന് സാധിക്കാൻ കഴിയാതെ വന്നതുകൊണ്ടുള്ളതായ ആ വിഷമം, അതാണ് അവിടെ ആ സ്ത്രീ കരയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നാം മറ്റുള്ളവരെക്കാൾ, അതായത് ജാതികളെക്കാൾ അരിഷ്ടന്മാരത്രേ എന്ന് പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വസ്തുതയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷം, അതിൻ്റെ ഗുണം എത്രമാത്രം വരും? കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആണ് നമുക്ക് ഏറ്റവും വലിയൊരു വിടുതൽ. നമുക്ക് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്, നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്, നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ പ്രവേശന കവാടം തുറന്നതെല്ലാം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മാത്രമാണ്. കാരണം സ്വർഗത്തിലെ ദൈവവുമായിട്ട് മനുഷ്യനെ നിരപ്പിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പൗലോസ് പറയുന്ന പോലെ, എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, നമുക്ക് അനായാസം കടന്നു ചെന്ന് അബ്ബാ പിതാവി എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ്. ഇനി രണ്ടാമതായിട്ട് ഈ ഒരു പ്രത്യാശ, നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്
നമ്മുടെ വിശ്വാസം അതിശക്തമാണ്. ക്രിസ്തു ഉയർത്തിട്ടില്ലായിരുന്നെങ്കിൽ, മരിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഉയർക്കുന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായേനെ. പക്ഷേ ആ പ്രസ്താവന, അത്തരത്തിലുള്ള ചിന്താഗതികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശക്തമാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ച കർത്താവ് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഉയർപ്പിച്ച് തന്നോടുകൂടെ പിതാവിൻ്റെ മഹിമാ സന്നിധിയിൽ നിർത്തും. അതൊരു വലിയ പ്രത്യാശയാണ്. ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാർക്ക് നാളെ ഒരു പുനരുത്ഥാനം ഉണ്ടായി അവർ ക്രിസ്തുവിനോടുകൂടെ പിതാവിൻ്റെ സന്നിധിയിൽ വസിക്കാൻ സാധിക്കും എന്ന അനായാസമായ ചിന്തയാണ് ക്രിസ്തുവിൻ്റെ ഈ ഉയർപ്പിലൂടെ നമുക്ക് ഉയർക്കപ്പെട്ട ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് മരിക്കുകയും വാഗ്ദത്ത പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. ആ ഉയർത്ത് എഴുന്നേറ്റ ക്രിസ്തുവിൽ ഞങ്ങളുടെ പ്രത്യാശ വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയും അവിശ്വാസവും തളം കെട്ടുമ്പോൾ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വീണ്ടും വരവിൻ്റെ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വരുവോളം ഞങ്ങൾ അങ്ങയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്നവരെ ദൈഹികമായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ഉത്തരമരുളുമാറാകണമേ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് പാസ്റ്റർ ബിനോയ് നന്ദി പറയുന്നു. പാസ്റ്റർ സിൽസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അനേക മതസ്ഥാപകന്മാർ നമ്മുടെ ലോകത്തിൽ ഉണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവമായിരിക്കെ അവൻ സകല പദവിയും ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം മരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു മരിക്കുകയുണ്ടായി. ആ മരണത്തിലൂടെ നമുക്ക് നിത്യരക്ഷ സംജാതമായി. ആ നിത്യരക്ഷയുടെ ഓഹരിക്കാരായി തീരേണ്ടതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും അവൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ നാം അതിൻ്റെ ഭാഗമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.